അപ്പോൾ ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചു നിർത്താനുമെല്ലാം നമ്മളെ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിവതും ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ബോഡിയുടെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വലത് മുട്ടുകാൽ മടക്കി നിങ്ങൾ മുട്ടുകാല് ഇതുപോലെ തലയിൽ മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം പ്ലാങ്ക് പോസിൽ വരിക. അതുപോലെ തന്നെ ഇടത് മുട്ടുകാൽ മടക്കി തലയിൽ മുട്ടിക്കാൻ നോക്കുക. ശേഷം പ്ലാങ്ക് പോസിൽ വരിക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ടയർഡാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം. പറ്റുന്ന പോലെ ചെയ്യുക. ടയർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യുക. മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്ന പോലെ. ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ വയറിലെ മസിൽസിന് നല്ല റിസൾട്ട് തരുന്നൊരു പൊസിഷനാണ്. നമുക്ക് ഒരുമിച്ച് 5 റൗണ്ട് ചെയ്യാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. നമുക്ക് ആരംഭിക്കാം. ഇനി വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഒരു റൗണ്ടായി. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. 2 റൗണ്ടായി. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. അവസാന റൗണ്ട്. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങൾ മാറ്റിൽ ഇരിക്കുക. എന്നിട്ട് കാല് സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൂനമസ്കാരാസനമാണ്. അത്ര എളുപ്പമല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ 2 കാലും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 2 കൈകളും നിങ്ങൾ വലത് സൈഡിൽ ഇതുപോലെ വെക്കുക. ഇതുപോലെ. ഇനി ബോഡി ശരിക്കും ടേൺ ചെയ്ത് തല 2 കൈകളുടെയും മധ്യത്തിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ 2 കൈ ഇടതുവശത്ത് വെക്കുക. ഇതുപോലെ. ഇനി തല 2 കൈയുടെയും മധ്യത്തിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പ് ചെയ്യുക. നേരെ വരിക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൂനമസ്കാരാസനം. നമ്മൾ റൈറ്റ് സൈഡ് 5 റൗണ്ട്, ലെഫ്റ്റ് സൈഡ് 5 റൗണ്ട്, മാറി മാറി ടോട്ടൽ 10 റൗണ്ട്. നിങ്ങൾക്ക് ശരിക്കും ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിക്കും ടേൺ ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നത്ര ടേൺ ചെയ്യുക. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം കാല് സെപ്പറേറ്റ് ചെയ്യുക. ഇനി കൈകൾ 2 കൈയും റൈറ്റ് സൈഡിൽ വെക്കുക. ഇതുപോലെ. തല നിലത്ത് മുട്ടിക്കുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. 2 കൈയും ഇടതുവശത്ത് വെക്കുക. തല മാറ്റിൽ മുട്ടിക്കുക. കൈകളുടെ മധ്യത്തിൽ ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഒരു റൗണ്ടായി. 2 കൈയും റൈറ്റ് സൈഡിൽ വെക്കുക. ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. 2 കൈയും ലെഫ്റ്റ് സൈഡിൽ വെക്കുക. ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഇപ്പൊ 2 റൗണ്ടായി. 3 റൗണ്ട് കൂടി. 2 കൈയും റൈറ്റ് സൈഡ്. അതിനുശേഷം തല കൈകളുടെ മധ്യത്തിൽ. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. 2 കൈയും ലെഫ്റ്റ് സൈഡ്. ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഇത് ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെ നല്ലൊരു യോഗാസനമാണ്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. 2 കൈ റൈറ്റ് സൈഡ്. എന്നിട്ട് തല കൈകളുടെ മധ്യത്തിൽ. അപ്പ് ചെയ്യുക. 4ാമത്തെ റൗണ്ടാണ്. ഇനി 2 കൈയും ഇടത് സൈഡ്. ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കാൻ ശ്രമിക്കുക.
അപ്പ് ചെയ്യുക. ലാസ്റ്റ് റൗണ്ട് ഞാൻ തുടക്കക്കാർക്ക് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത്. രണ്ട് കൈയും റൈറ്റ് സൈഡ്. ഇനി തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കുക. അപ്പ് ചെയ്യുക. അതിനുശേഷം രണ്ട് കൈയും ഇടത് സൈഡ് ശരിക്കും ടേൺ ചെയ്ത് തല നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഹിപ്പ് വർക്ക് ചെയ്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഹിപ്പിലെ ഫാറ്റ് ശരിക്കും റെഡ്യൂസ് ആവാനുള്ള ഒരു യോഗാസനമാണിത്. അതിനുശേഷം കാല് ഇതുപോലെ ഹഗ് ചെയ്ത് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഇനി നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക. ഇതുപോലെ കൈകൾ അരക്കെട്ടിന് സമീപം വെക്കുക. നമ്മൾ ചെയ്യുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയറിലെ മസിൽസ് ടൈറ്റ് ആക്കുവാനുമുള്ള ഒരു യോഗാസനമാണ് ഉത്താനപാദാസനം. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് രണ്ട് കാലുകളും ഉയർത്തുക. ആവുന്നത്ര ഉയർത്തുക. മാക്സിമത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം രണ്ട് കാലുകളും താഴ്ത്തുക. ഇതുപോലെ പറ്റുമെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാതെ നോക്കുക. പറ്റുമെങ്കിൽ എല്ലാവർക്കും കാല് പൊക്കി പിടിച്ച് കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാം. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ടയർഡ് ആവുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മാറ്റിൽ കിടക്കുക. രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. ഇനി ശ്വാസം എടുക്കുക. രണ്ടു കാലുകളും ഉയർത്തുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. താഴെ എത്തുമ്പോൾ നിലത്ത് മുട്ടിക്കാതെ ശ്വാസം എടുക്കുക. ഒരു റൗണ്ട്. രണ്ടു കാലും അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. 2 റൗണ്ട്. കാലുകൾ മാക്സിമം അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. നിലത്ത് മുട്ടിക്കരുത്. ശ്വാസം എടുക്കുക. അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. താഴെ എത്തുമ്പോൾ ശ്വാസം എടുക്കുക. നിലത്ത് മുട്ടിക്കരുത്. 4 റൗണ്ടായി. 5ാമത്തെ റൗണ്ട്. രണ്ട് കാലും ഉയർത്തുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഇനി കാല് ഡൗൺ ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കൈയും ഇതുപോലെ തലയിൽ സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. 6 റൗണ്ട്. നിലത്ത് മുട്ടിക്കരുത്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. 7 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 8 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 9 റൗണ്ട്. താഴെ എത്താറാകുമ്പോൾ ശ്വാസം എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 10 റൗണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക. എന്നിട്ട് റിലാക്സ് ആവാം. പറ്റില്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. പറ്റുമെങ്കിൽ 5-10 റൗണ്ട് കൂടി.